ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാകുന്ന ഒരു പുതിയ നയതന്ത്ര നീക്കവുമായി മുന്നോട്ടു പോവുകയാണ് അമേരിക്ക. വിദേശ രാജ്യങ്ങളിലെ തങ്ങളുടെ നയതന്ത്ര സാന്നിധ്യം ഗണ്യമായി വെട്ടിച്ചുരുക്കാൻ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് തീരുമാനിച്ചിരിക്കുന്നു. കാനഡ, ജപ്പാൻ, ഇന്തോനേഷ്യ ഉൾപ്പെടെയുള്ള 5 രാജ്യങ്ങളിലെ എംബസികളും കോൺസുലേറ്റുകളുമാണ് അടച്ചുപൂട്ടാൻ ഒരുങ്ങുന്നത്. USന്റെ ആഗോള നയതന്ത്ര ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത ഒരു സുപ്രധാന തീരുമാനത്തിലേക്ക് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കടക്കുന്നു. നയതന്ത്ര സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കുകയാണ് ഈ നീക്കത്തിന് പിന്നിലെ ഔദ്യോഗിക വിശദീകരണമെങ്കിലും ഇത് അമേരിക്കയുടെ ആഗോള സ്വാധീനത്തെയും പ്രതിരോധ തന്ത്രങ്ങളെയും എങ്ങനെ ബാധിക്കുമെന്ന വലിയ ചർച്ചയ്ക്കാണ് ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് ആണ് ഈ നിർണായക വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക നിർദ്ദേശം സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് US കോൺഗ്രസിന് കൈമാറിക്കഴിഞ്ഞു. പ്രത്യേക ഭൗമരാഷ്ട്രീയ പ്രതിസന്ധികളോ യുദ്ധ സാഹചര്യങ്ങളോ നിലവിലില്ലാത്ത ഒരു ഘട്ടത്തിൽ ഒരുമിച്ച് ഇത്രയധികം വിദേശ മിഷനുകൾ പ്രവർത്തനം അവസാനിപ്പിക്കുന്നത് US നയതന്ത്ര ചരിത്രത്തിൽ തന്നെ വളരെ അപൂർവമായ ഒരു സംഭവമാണ്. എന്തുകൊണ്ടാണ് അമേരിക്ക ഈ കടുത്ത തീരുമാനത്തിലേക്ക് എത്തിയത്? ഏതെല്ലാം രാജ്യങ്ങളിലെ ഓഫീസുകളാണ് പൂട്ടുന്നത്? നോക്കാം. കാനഡയും ജപ്പാനും ഇന്തോനേഷ്യയും ഒക്കെ അമേരിക്കയുടെ പ്രധാനപ്പെട്ട സാമ്പത്തിക തന്ത്രപ്രധാനമായ പങ്കാളികളാണ്. അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്ന് പോലും ചില കോൺസുലേറ്റുകൾ ഒഴിവാക്കാനുള്ള തീരുമാനം ഏറെ ശ്രദ്ധേയമാണ്. വർഷാവർഷം കോടിക്കണക്കിന് ഡോളറാണ് വിദേശ രാജ്യങ്ങളിലെ ഈ ചെറിയ മിഷനുകളുടെ പരിപാലനത്തിനായി അമേരിക്കൻ സർക്കാർ ചെലവഴിക്കുന്നത്. എന്നാൽ ഈ ചെറിയ വിദേശ മിഷനുകൾ പ്രവർത്തിപ്പിക്കുന്നത് സാമ്പത്തികമായി ലാഭകരമല്ലെന്നും ആ തുക മറ്റ് പ്രധാനപ്പെട്ട മുൻഗണനകളിലേക്ക് മാറ്റേണ്ടതുണ്ടെന്നുമാണ് ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ. കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായുള്ള ഒരു ഭരണപരമായ നടപടി മാത്രമായാണ് ഇതിനെ വൈറ്റ് ഹൗസ് കാണുന്നത്. എന്നാൽ ഈ ഭരണകൂടത്തിന്റെ വാദങ്ങളെ പൂർണ്ണമായി അംഗീകരിക്കാൻ പ്രതിപക്ഷമായ ഡെമോക്രാറ്റ് പാർട്ടി നേതാക്കളും നിരവധി മുൻ നയതന്ത്രജ്ഞരും തയ്യാറല്ല. ആഗോളതലത്തിൽ അമേരിക്കയുടെ നയതന്ത്ര സ്വാധീനത്തെ ഇത് ഗുരുതരമായി ബാധിക്കുമെന്ന് അവർ ശക്തമായി മുന്നറിയിപ്പ് നൽകുന്നു. പ്രധാനപ്പെട്ട നയതന്ത്ര കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടുന്നത് പ്രാദേശിക വിവരശേഖരണത്തെയും ഉഭയകക്ഷി ബന്ധങ്ങളെയും ബാധിക്കും. അമേരിക്ക പിൻവാങ്ങുന്ന ആ ഇടങ്ങളിലേക്ക് ചൈന പോലെയുള്ള എതിരാളികൾ കൂടുതൽ സ്വാധീനമുറപ്പിക്കാൻ ഇത് അവസരമൊരുക്കും. ആഗോളതലത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ മത്സരിക്കുന്ന വൻ ശക്തികൾക്ക് മുന്നിൽ അമേരിക്ക സ്വയം പിൻവാങ്ങുന്നതിന് തുല്യമാണിത്. ഗ്രനേഡയിലും കാമറൂണിലും അടക്കമുള്ള ഓഫീസുകൾ പൂട്ടുന്നത് പ്രാദേശികമായി അമേരിക്കൻ പൗരന്മാരുടെയും താൽപര്യങ്ങളുടെയും സുരക്ഷയെ ബാധിച്ചേക്കാം. യാതൊരുവിധ വലിയ ഭൗമരാഷ്ട്രീയ പ്രതിസന്ധികളോ യുദ്ധ സാഹചര്യങ്ങളോ നിലവിലില്ലാത്ത രാജ്യങ്ങളിലാണ് ഈ മിഷനുകൾ പ്രവർത്തിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കേന്ദ്രങ്ങൾ പെട്ടെന്ന് പ്രവർത്തനം അവസാനിപ്പിക്കുന്നത് US നയതന്ത്ര ചരിത്രത്തിൽ തന്നെ വളരെ അപൂർവമായൊരു സംഭവമായാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് US ഭരണകൂടം എത്തിയത് എന്നതിന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താക്കൾ നൽകുന്ന വിശദീകരണം ഇതാണ്. അമേരിക്കൻ നികുതിദായകരുടെ പണം അനാവശ്യ കാര്യങ്ങൾക്ക് വിനിയോഗിക്കുന്നത് ഒഴിവാക്കുകയാണ് പ്രധാന ലക്ഷ്യം. സാമ്പത്തിക ഭാരം കുറയ്ക്കുക വഴി ഭരണ സംവിധാനം കൂടുതൽ സുതാര്യമാക്കുക. ലോകമെമ്പാടുമുള്ള എല്ലാ ചെറിയ മിഷനുകളും ഒരുപോലെ ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ചില ചെറിയ വിദേശ മിഷനുകൾ പ്രവർത്തിപ്പിക്കുന്നത് വൻ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നുണ്ടെന്നും ഇന്നത്തെ ആധുനിക ഡിജിറ്റൽ കാലഘട്ടത്തിലും യാത്രാ സൗകര്യങ്ങൾ സുലഭമായ സാഹചര്യത്തിലും അവ നിലനിർത്തേണ്ട സാമ്പത്തിക ബാധ്യത ഇല്ലെന്നുമാണ് ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ. ചിലവ് ചുരുക്കൽ എന്നത് ഏതൊരു സർക്കാരിന്റെയും സാമ്പത്തിക നയത്തിന്റെ ഭാഗമാണെങ്കിലും നയതന്ത്ര രംഗത്ത് ഇത് നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇത് വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ചിലവ് ചുരുക്കലിന്റെ പേരിൽ അമേരിക്ക നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഈ നയതന്ത്ര പിൻവാങ്ങൽ വരുന്നാളുകളിൽ വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ്. സാമ്പത്തിക ഭാരം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങുന്ന ഈ മാറ്റങ്ങൾ ആഗോള രാഷ്ട്രീയത്തിൽ അമേരിക്കയുടെ മേധാവിത്വത്തിന് തിരിച്ചടിയാകുമോ അതോ പുതിയൊരു നയതന്ത്ര കാഴ്ചപ്പാടിന് തുടക്കമിടുമോ എന്ന് കണ്ടറിയണം.